തെക്കൻ ഉക്രൈനിലെ കെർസണിൽ ആരാധനാക്രമം ആഘോഷിക്കാൻ പോയ ഗ്രീക്ക് കത്തോലിക്ക വൈദികനായ ഫാദർ ഇഹോർ മക്കറിന് റഷ്യൻ ആക്രമണത്തിൽ പരിക്കേറ്റു. വൈദികാർത്ഥികൾക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ച കാറിൽ ഡ്രോൺ ഇടിച്ചാണ് അപകടമുണ്ടായത്. വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫാദർ ഇഹോർ കെർസണിലെ കാരിത്താസിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അപകടമുണ്ടായ സമയത്ത് ഡ്രോഹോബീച്ച് സെമിനാരിയിലെ വൈദികാർത്ഥികളും ഒപ്പമുണ്ടായിരുന്നു. ഡ്രോൺ മൂലമുണ്ടായ സ്ഫോടനത്തിൽ കാറിൻ്റെ ചില്ലുകളും വാതിലുകളും ചക്രങ്ങളും തകർന്നു. ഫാദർ ഇഹോറിൻ്റെ കാലിൽ കുടുങ്ങിയ ചില്ല് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. എന്നാൽ സെമിനാരിക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഫാദർ ഇഹോർ 2005 മുതൽ കെർസണിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് അദ്ദേഹത്തിന് ടെർനോപ്പിലേക്ക് പോകേണ്ടി വന്നു. അവിടെ നിന്ന് മരുന്നുകളും ഭക്ഷണവും അയച്ച് അദ്ദേഹം ഉക്രൈനിലെ സമൂഹത്തെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 2022 നവംബറിൽ നഗരം ഉക്രൈനിയൻ നിയന്ത്രണത്തിലേക്ക് മടങ്ങി. അതിനുശേഷം ഫാദർ ഇഹോർ 2 ഇടവകകളിൽ സേവനം തുടരുകയും ജനങ്ങളെ സഹായിക്കുകയും ചെയ്തു വരികയായിരുന്നു.